UDFിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നു. ആദ്യം ഒരു 10-55 പേരുടെ പേരിപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രമുഖനായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കോട്ടയത്ത് നിന്ന് മത്സരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയത്തിനടുത്ത് തന്നെയാണ് തിരുവഞ്ചൂർ എന്ന് പറയുന്ന ഗ്രാമമുള്ളത്. അവിടെ ജനിച്ച് തിരുവഞ്ചൂരിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദീർഘകാലം KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വിവിധ പദവികൾ വഹിച്ച് അടൂർ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹം MLA ആയിട്ടുണ്ടായിരുന്നത്. അടൂർ മണ്ഡലം ഈ റിസർവേഷനിൽ പോകുന്നത് വരെ അടൂർ മണ്ഡലത്തിൻ്റെ മുടിചൂട മന്നനായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രായഭേദമന്യേ വലിയ പിന്തുണയുള്ളവരും ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുകയും ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ജനകീയ നേതാവാണ് അദ്ദേഹം. ഇപ്പോൾ അടൂരിൽ വന്നതിന് ശേഷം അടൂരിൽ പിന്നെ റിസർവേഷൻ ആയതിനു ശേഷം സംവരണം വന്നപ്പോൾ നേരെ കോട്ടയത്തേക്ക് പോയി. ഒരുപാട് ആളുകൾ പറഞ്ഞു കോട്ടയത്ത് തോറ്റുപോകും, അപ്പടിയാണ് ഇപ്പടിയാണ്. പക്ഷേ കോട്ടയത്ത് ജയിച്ചു എന്ന് മാത്രമല്ല ഓരോ തെരഞ്ഞെടുപ്പിനും വലിയ ഭൂരിപക്ഷമാണ് കിട്ടുന്നത്. ഇപ്രാവശ്യം അവിടെ മത്സരിക്കുന്നത് അനിൽകുമാർ എന്ന് പറയുന്ന അനിൽകുമാറാണ്. CPMൻ്റെ അനിൽകുമാറിനെ സംബന്ധിച്ച് നല്ല രസകരമാണ്. അദ്ദേഹം ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് അവസാനം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ സംസാരിച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ ചാനൽ അവതാരികയായ സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതി, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഈ മാധു, നമ്മുടെ ഇതിൽ നിന്ന് പോയല്ലോ മാതൃഭൂമിയിൽ നിന്ന് റിപ്പോർട്ടറിൽ പോയ മാധു, അങ്ങനെ ആരായാലും, അതുപോലെ തന്നെ അനിൽ നമ്പ്യാർ, ജനത്തിലെ ഇങ്ങനെ ഹാഷ്മി താജുദ്ദീൻ, ഇങ്ങനെ ഗോപികൃഷ്ണൻ, ആരായാലും ആങ്കർ ആരാണോ ആങ്കർ അറ്റാക്ക് ചെയ്ത് തെറി പറഞ്ഞ് ആകെ കോട്ടയാക്കുന്നില്ലാതെ ഡേറ്റ വച്ച് കൃത്യമായി പറയുന്ന മെരിറ്റ് വച്ച് അതിന് ഡേറ്റ വച്ച് കൃത്യമായി ഒരു ചാനൽ ചർച്ചയിൽ പോലും അനിൽകുമാറിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ തെറിവെന്ന് പറഞ്ഞാൽ പള്ളല്ല, അതല്ല, ഭാഷ കൊണ്ട് തെറിയല്ല, പക്ഷേ അതൊരു അശ്ലീലമായിട്ടുള്ള വർത്തമാനമൊക്കെ പറഞ്ഞ് കോട്ടയായി ന്യായീകരിക്കാൻ ശ്രമിക്കും. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം അവരാണ് തീരുമാനിക്കുന്നത്, AK സെൻ്ററാണ് തീരുമാനിക്കുന്നത് ആരെ ഓരോ സ്ഥലത്ത് അയക്കണമെന്ന്. അതിൽ വളരെ പ്രധാനമായി ഇദ്ദേഹത്തിന് നല്ല സ്വാധീനമുള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ തന്നെ സ്ഥിരമായിട്ട് അയക്കുകയും ചെയ്യും ചാനലുകൾ. യാതൊരു കാര്യമില്ല, മിക്കവാറും ചർച്ചകളിൽ ഇദ്ദേഹം തേഞ്ഞൊട്ടി ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നൊരു കഥാപാത്രമാണ്. അതുപോട്ടെ, ഇലക്ഷനിൽ അദ്ദേഹം ഒരു ജനകീയ ആളുമല്ല. അദ്ദേഹം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ഉമ്മൻ മത്സരിച്ചപ്പോൾ അവിടെ പോയി പ്രസംഗിച്ചതാണ് ഉമ്മൻചാണ്ടിയുടെ മക്കൾ രാഷ്ട്രീയം എന്നാണ്. ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹവും മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബാക്കി പത്രമല്ലേ അനിൽകുമാർ എന്നും അനിൽകുമാർ ആലോചിക്കണം. അതൊക്കെ പറയുന്നതൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ തിരിച്ചടി വരുന്നുണ്ട്. അപ്പോൾ വളരെ രസകരമാണ്. അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ റോഡ് ഷോയും ഇന്നലെ ഉണ്ടായിരുന്നു. അഭൂതപൂർവമായ ജനസംഖ്യയായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങളായിരുന്നു. അതിലേറ്റവും കൂടുതൽ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും വനിതകളുമായിരുന്നു. സീനിയറായിട്ടുള്ള ഒരു നേതാവിന് വേണ്ടി ഇത്രയധികം ജനങ്ങൾ ഹൃദയത്തിലേറ്റിയിട്ടുള്ള ഒരു നേതാവിൽ അദ്ദേഹം ജലവിഭവപ്പ് കൈകാര്യം ചെയ്തിരുന്നു, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തു, ആഭ്യന്തര വകുപ്പ് കുറച്ചു കാലം കൈകാര്യം ചെയ്തു. ഒരുപക്ഷെ മുഖ്യമന്ത്രി പദവി ഒഴിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ പറയുന്ന പോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയാകാൻ കാൻഡിഡേറ്റ്ഷിപ്പ് എടുത്താൽ ഈ രമേശ് ചെന്നിത്തലയും VD സതീശനെയും കാളിലുമൊക്കെ ഒരു പരിധിവരെ മുന്നിൽ നിൽക്കാൻ കഴിയുന്ന വളരെ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയാണ് കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പാട്ടും പാടി പുഷ്പം പോലെ ജയിക്കാനാണ് സാധ്യത. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ആളാണ്. ഒരു മില്ലിമീറ്റർ പോലും അഴിമതിയുടെയോ സ്വജനപക്ഷപാതത്തിൻ്റെയോ യാതൊന്നുമില്ലാത്ത മനുഷ്യനാണ്. വളരെ നല്ല വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പേഴ്സണാലിറ്റിയാണ്, ഒരു ജെന്റിൽമാൻ പേഴ്സണാലിറ്റിയാണ്. ഇപ്പോൾ ഗണേഷിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്, കുറച്ചു കാലം കൈകാര്യം ചെയ്യുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്നപ്പോഴാണ് TP ചന്ദ്രശേഖരൻ വധവും അതുപോലെ തന്നെ ഈ ഗണേഷിൻ്റെ വിഷയമൊക്കെ വന്നത്. TP ചന്ദ്രശേഖരൻ വധത്തിലാകട്ടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. കോടതിയിൽ പോയതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ഫയൽ കണ്ടിട്ടുണ്ട്, പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതൊന്നും പുറത്ത് വിളിച്ച് പറയുന്നില്ല. അത് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഗണേഷ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും വേളകൾ കാണിച്ച് ചാണ്ടി ഉമ്മനെയും ഉമ്മൻചാണ്ടിയൊക്കെ തെറി പറഞ്ഞിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജെന്റിൽമാൻഷിപ്പ് കാണിച്ചു. അദ്ദേഹം പറഞ്ഞു ശരിയല്ല, രാഷ്ട്രീയമായി ഗണേഷിനെതിരെ മനസ്സ് തുറന്നാൽ
ഗണേശന് പിന്നെ ജീവിച്ചിരിക്കാൻ കഴിയില്ല, ഞാനത് ചെയ്യുന്നില്ല. കാരണം ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് പ്രതിപക്ഷത്താണ് ഗണേഷ് ഉള്ളതെങ്കിലും അപ്പുറത്തെ പക്ഷത്താണുള്ളതെങ്കിലും അത് വേണം എന്ന് പറഞ്ഞു. പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അത്രയും ജെന്റിൽമാനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം അടൂർ മണ്ഡലത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി കൃത്യമായി അവിടെ തുടർച്ചയായി ജയിക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കോട്ടയത്തും തുടർച്ചയായി ജയിക്കുകയാണ്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളായാലും ട്രാൻസ്പോർട്ട് ഡിപ്പോയുടെ പ്രവർത്തനങ്ങൾ വികസനമായാലും ഒരുപാട് കാര്യങ്ങൾ കോട്ടയം ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. അതിലുപരിയായി ജനകീയനാണ് എന്നുള്ളതാണ്. ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും ആനന്ദത്തിലും സന്തോഷത്തിലും എല്ലാം തിരുവഞ്ചൂർ ടച്ച് ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ കോട്ടയത്തെ പ്രത്യേകത. അത് പിന്നെ BDJS അവിടുത്തെ BJP മുന്നണിയിലെ NDA മുന്നണിയിൽ BDJS സീറ്റ് കിട്ടുന്നത്, ഒരു അനിൽകുമാറോ മറ്റാണ്. അങ്ങനെ BDJS ആയതുകൊണ്ട് തന്നെ അതിലും വലിയ BJPക്കും ഇപ്പോൾ ഹരിയൊക്കെ ആയിരുന്നെങ്കിൽ, BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഹരിയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി BJP കുറച്ച് വോട്ട് പിടിക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ BDJS ആയതുകൊണ്ട് അത്ര വോട്ട് പിടിക്കാനുള്ള സാധ്യതയില്ല. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വലിയൊരു മെരിറ്റായി വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ കടുകട്ടി കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അനിലിന് വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ അല്ലാത്ത സ്വതന്ത്രരായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും സ്വതന്ത്രമായി ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരുമൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന BJPക്കാരും ഒക്കെ അങ്ങനെ ചിന്തിക്കും. കാരണം വളരെ കടുകട്ടി രക്തത്തിൽ പിന്നെ രാഷ്ട്രീയം അലിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് പേര് BJPയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഉണ്ടല്ലോ. അവരുടെ ശക്തമായ വോട്ട് ഇപ്രാവശ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കിട്ടുന്നതാണ്. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിച്ചു കയറാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. വീണ്ടും ഒരു ഊഴം കൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കിട്ടാൻ സാധ്യതയുണ്ട്. ജയിച്ചാൽ വളരെ പ്രമുഖമായ ഏതെങ്കിലും വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കാനും സാധ്യതയുണ്ട്. ഇദ്ദേഹം വനം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴുള്ള ചില അനുഭവങ്ങൾ പറയട്ടെ. വനം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വനം കൊള്ള കൃത്യമായി സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നടപ്പിലാക്കാതെ, വനം കൊള്ള നടക്കരുതെന്ന് വലിയ ആവേശത്തിൽ അതിനുവേണ്ടി എല്ലാ നടപടികളും സ്വീകരിച്ചു. അതിൻ്റെ പേരിൽ ഭീഷണി പോലും ഉണ്ടായിരുന്നു. ഈ വനം കൊള്ളക്കാരിൽ നിന്ന് ഭീഷണി പോലും ഉണ്ടായിരുന്നു. ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരെ ഉണ്ടായിരുന്നു, ജീവന് പോലും ഭീഷണി ഉണ്ടാകുമെന്ന്. ഇതുപോലെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു MV വീരേന്ദ്രകുമാർ. പക്ഷേ MV വീരേന്ദ്രകുമാറിന് നയനാർ മന്ത്രിസഭയിൽ 24 മണിക്കൂറേ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയായി ചാർജ് എടുത്ത് അപ്പോൾ തന്നെ ഒരു ഉത്തരവിറക്കി. അദ്ദേഹം അതിന് ചോദിക്കാതെ, മന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഒരു മരവും മുറിക്കരുത്, അല്ലെങ്കിൽ മരങ്ങൾ മുറിക്കരുത് എന്നൊരു ഓർഡർ ഇറക്കി. 24 മണിക്കൂറിനകത്ത് MV വീരേന്ദ്രകുമാറിന് വനം വകുപ്പ് രാജിവെക്കേണ്ടി വന്നു. അതാണ് കഥ. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. വലിയ കൊള്ളക്കാരും കൊള്ളസംഘവും ഒക്കെ ഉള്ള വലിയ താപ്പാന വീരപ്പന്മാരുള്ള ഒരു മേഖലയാണ് ഈ വനം. നമുക്ക് മരമുറി ചാനലിൻ്റെ അഗസ്റ്റൻ സഹോദരന്മാരുടെ ചാനലിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ മരമുറി എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ്. അവിടെ കാട്ടുകള്ളന്മാരെ പിടിക്കുന്ന, ചന്ദനത്തരവും തടിയും മരങ്ങളുമൊക്കെ മുറിക്കുന്ന കാട്ടുകള്ളന്മാരെ കൈകാര്യം ചെയ്യുന്നതിൽ തിരുവഞ്ചൂർ ഏറ്റവും മുന്നിൽ നിന്നു. അതുപോലെ ജലവകുപ്പിലായിരുന്നപ്പോൾ ജലസാക്ഷരതാ പരിപാടികൾ നടപ്പിലാക്കുന്നതിൽ, ജലനയം രൂപീകരിക്കുന്നതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നതിൽ, ഒത്തിരി എന്നും പുതിയ പരിപാടികൾ ചിന്തിക്കുന്നതിൽ, പുതിയ കാര്യങ്ങൾ ആലോചിക്കുന്നതിൽ, റവന്യൂ വകുപ്പിലായാലും ദുരന്ത നിവാരണ വകുപ്പിലായാലും എല്ലായിടത്തും പുതിയ ആളുകളെ കൊണ്ടുവരിക, പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുക. കോട്ടയത്ത് ക്ലൈമാറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ്, ക്ലൈമാറ്റ് ചേഞ്ചിന് വേണ്ടി ഒരു സ്ഥാപനം തന്നെ കോട്ടയത്ത് തുടങ്ങി. അത് പിന്നെ തിരുവഞ്ചൂരിൻ്റെ ഭരണം തീർന്നപ്പോൾ പിന്നെ അത് നാശക്കോട്ടയായി ഇപ്പോൾ കിടക്കുന്നു. ഇനി വീണ്ടും UDF വരുമ്പോൾ അത് ശക്തമാകുമായിരിക്കാം. അങ്ങനെ പുതിയ സ്ഥാപനങ്ങൾ തുറക്കുക, പുതിയ വ്യക്തികളെ കൊണ്ടുവരിക. അദ്ദേഹം കൊണ്ടുവന്ന പല ആളുകളുമുണ്ട്, ഞാൻ ആരെയും പേര് പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വളരെ ഇന്നവേറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വലിയ ഒരു നേതാവാണ് അദ്ദേഹം. ജയിച്ചു കയറേണ്ടതാണ്. ജയിച്ചു കയറുക മാത്രമല്ല, വളരെ കൃത്യമായി അദ്ദേഹത്തിന് കിട്ടുന്ന വകുപ്പുകളെ മനോഹരമായി അദ്ദേഹം കൈകാര്യം ചെയ്യുകയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ പദവി ഒഴിച്ച് ബാക്കി എല്ലാ വലിയ വകുപ്പുകളും, ആഭ്യന്തര വകുപ്പ് വരെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം അവിടെ ജയിച്ചു കയറാനാണ് എല്ലാവിധ സാധ്യതകളും.